തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPMന്റെ പരാതി. സ്ഥിരതാമസമുള്ള വിലാസത്തിൽ അല്ല വോട്ടെന്നാണ് പരാതി. പരാതിയിൽ സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായി. എന്നാൽ വർഷങ്ങളായി മുട്ടടയിലാണ് വോട്ട് ചെയ്തിരുന്നതെന്ന് വൈഷ്ണ പറയും. നിങ്ങൾക്കറിയാലോ, വെള്ളിയാഴ്ചയാണ് സൈറ്റ് ക്ലോസ് ആയത് വോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അന്ന് അവിടെയുള്ള CPMന്റെ ആൾക്കാർ വന്ന് ഇവിടെ പരാതിപ്പെടുകയായിരുന്നു, ഞങ്ങളുടെ വോട്ട് കട്ട് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച എന്നെ വിളിച്ചിട്ടില്ല. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച 12 മണിക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു 10-11 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് നോട്ടീസ് വന്ന് കൈപ്പറ്റണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ശബരിചേട്ടനൊക്കെ ആലോചിച്ചു, വൈകിട്ട് 5 മണിക്കകം വന്ന് നോട്ടീസ് കൈപ്പറ്റി. അപ്പോൾ ഇന്ന് ഹിയറിംഗ് ആണ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, കാരണം കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. വോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും വോട്ടില്ല. പേരൻസിന് കാലങ്ങളായി വോട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭയ്ക്ക് അവിടെ വോട്ട് ചെയ്തതാണ്. വളരെ പെട്ടെന്ന് ഇപ്പം അവിടെ വോട്ടില്ല, വോട്ട് മാറ്റണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരാതി കൊടുത്തതുമുള്ള ആളുകൾ ഇവർ പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രത്യേകിച്ച് വേറൊരിടത്തും ഒരു വോട്ടില്ല. പല ആൾക്കാരും മൾട്ടിപ്പിൾ സ്ഥലത്ത് വോട്ടുള്ളവർ അറിയാമല്ലോ, ഒരിടത്ത് മാത്രം വോട്ടുള്ള ആളാണ്. അപ്പം പുതിയതായിട്ട് ഇങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ അത് ഇല്ല എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അമൽ തെന്നമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, വൈഷ്ണ താമസിക്കുന്നത് മുട്ടടയിലല്ലേ? വൈഷ്ണ അവിടുത്തെ സ്ഥിരതാമസക്കാരി അല്ല എന്നുള്ളത് കാട്ടിയാണ് CPM പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് വൈഷ്ണയെ ഇന്ന് ഹിയറിംഗിനായി കോർപ്പറേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. കോർപ്പറേഷനിലെ ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ആ ഹിയറിംഗിന് ശേഷം അവിടെ നിന്നും നൽകിയ മറുപടി 14-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരും. അത് വന്നതിന് ശേഷം അതിൽ പേരുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകും എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും വോട്ടർ ID കാർഡ് അടക്കമുള്ള മറ്റ് താമസ രേഖകളടക്കം ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വൈഷ്ണ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം വോട്ട് ചെയ്തത് ഇതേ മുട്ടടയിൽ തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ഇത്തരമൊരു പരാതി ഉയരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ CPMന്റെ പരാതിയിൽ പറയുന്നത് വൈഷ്ണ ഇവിടുത്തെ സ്ഥിരതാമസക്കാരി അല്ല എന്നുള്ള കാര്യമാണ്. അതിനാൽ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും, വൈഷ്ണയുടേത് മാത്രമല്ല വൈഷ്ണയുടേതും കുടുംബാംഗങ്ങളുടെയും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മുട്രയിൽ ശക്തമായൊരു മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. അതിനാൽ തന്നെ ഓരോ വോട്ടും നിർണായകമായി മാറുന്ന വാർഡ്. വൈഷ്ണ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. വൈഷ്ണയുടെ UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുമ്പോൾ CPM അവർക്ക് കഴിഞ്ഞ കൗൺസിലിൽ ഏറ്റവും കരുത്തനായ കൗൺസിലറായ അംശു വാമദേവനെ തന്നെ മത്സരിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ശക്തമായൊരു പോരാട്ടം നടക്കും. BJPയും സജീവ സാന്നിധ്യമായി രംഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ പരാതിയും അതോടൊപ്പം തന്നെ ഹിയറിംഗും അടക്കമുള്ള വിവാദങ്ങളും ആ വാർഡിൽ ചർച്ചയാകുന്നത്. ആര്യ, ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.